കാര്യങ്ങൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സുനിൽ ദീപുള്ള അവർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏറെ ബഹുമാനിയും പ്രിയപ്പെട്ടവരുമായ ജനങ്ങൾ, ഗുരുജനങ്ങൾ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട അധ്യാപകർ, പ്രിയപ്പെട്ട കുട്ടികൾ, രക്ഷകർത്താക്കൾ, എല്ലാവർക്കും നമസ്കാരം. യഥാർത്ഥത്തിൽ എനിക്ക് വഴി കിട്ടിയ ഒരു സൗഭാഗ്യം ആണ് ഇന്നിവിടെ വരാനും നിങ്ങളെ അഭിമുഖീകരിക്കാനും കഴിയുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ ഞാൻ ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണെന്ന് ഞാൻ അറിയില്ല. ശങ്കരമേലും മൈസൂരിൽ പഠിച്ച ഒരാളെന്ന് അപ്പുറത്ത് ഒരു അറിവ് എന്നെ സംബന്ധിച്ച് അങ്ങനെയില്ല. കൂടെ പഠിച്ചവരുടെ നേരെ കൊണ്ടുവന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ കുറേ ആൾക്കാരൊന്നും കണ്ടെത്താനും ഓർമ്മിക്കാനും ഇതിലെങ്കിലും രണ്ടു പേരുകൾ എന്നോടൊപ്പം ഈ സ്കൂളിൽ ഏതാണ്ട് 50-ൽ ആദ്യമാണ്. നമ്മുടെ മുഖത്തോട് സ്കൂളിൽ 5ാം ക്ലാസ് ജയിച്ചതിന് ശേഷം ഇവിടെ 6ാം ക്ലാസ്സിൽ വന്നു ചേർന്ന അന്നത്തെ ഒരു സാധാരണ കുട്ടി അന്ന് എന്നോടൊപ്പം എത്രയോ കുട്ടികൾ പഠിച്ചു. അവരോടൊക്കെ എത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പേരുകൾ ഇപ്പോഴും എന്നെ ഓർക്കാറുണ്ട്, ഞാൻ അത് ഓർക്കാറുണ്ട്. ഒന്ന് പ്രശസ്തനായ ചിത്രകാരൻ, ചവറയുടെ തന്നെ ഒരു വലിയ സംഭാവനയായ ചിത്രകാരൻ ഗോപാലൻ, ഇവിടെ പുതുക്കാട് പുത്തമൊഴി ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നു. ചിത്രകലി പാഠിപ്പിച്ച എൻ്റെ സുഹൃത്ത് ജനീയം വാരിയുടെ ദീർഘകാലം വിലയ്ക്ക് വാങ്ങാൻ തുടങ്ങിയ വിദേശീയ നോവലുകളൊക്കെ ഉൾപ്പെടെ ഒത്തിരി ചിത്രങ്ങൾ കൊണ്ട് ചിത്രകലയിൽ വ്യക്തിഗത വിശാലാണ്. മറ്റൊന്ന് എൻ്റെ ബന്ധു കൂടിയായ പ്രാങ്കോട്ട് കുഞ്ഞികൃഷ്ണൻ, അതിനാണ് താമസം. ഈ രണ്ടുപേരാണ് അന്ന് എന്നോടൊപ്പം ഇവിടെ പഠിച്ച കുട്ടികളിൽ എനിക്ക് പെട്ടെന്ന് ഓർക്കാൻ കഴിയുന്നത്, അവരെന്നെ ഓർക്കുന്നത്. ആ കാലത്തെ സംബന്ധിച്ച് വിശേഷം ഞാനീ വഴിയിൽ ഇറങ്ങി അകത്തേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിശയോക്തിയല്ല, എൻ്റെ പഴയ മനസ്സിൽ ഒരു പഴയ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഒരു അത്ഭുത ലോകത്തിൻ്റെ പ്രതീതിയാണ് ഈ പുതിയ ഘട്ടങ്ങൾ, പുതിയ സാഹചര്യങ്ങൾ, പുതിയ ഉത്സാഹം കുട്ടികൾ, ഈ അന്തരീക്ഷം വന്നത്. അപ്പോഴാണ് ഞാൻ പഴയ ഓർമ്മകൾ കൂടുതൽ അയവാക്കാൻ തുടങ്ങിയത്. ഇത് നിമിത്തമായത് രണ്ടു പേരാണ് ഞാനിവിടെ വരാൻ. അതെൻ്റെ ഒരു ചിരകാല അഭിലാഷം ആയിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും ഇവിടുത്തെ ഹെഡ്മാസ്റ്റർ ബേഗം സാറും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ ഭാർഗവകുമാരൻ കൂടിയായ കൃഷ്ണകുമാറും, ഈ രണ്ടു പേരാണ് യഥാർത്ഥത്തിൽ എനിക്ക് ഇവിടെ വരാനുള്ള ഒരു വാതിൽ തുറന്ന് തന്നത്.
എന്നെ ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന പോലെ പലർക്കും അറിയാതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം ഈ വിദ്യാലയമാണ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുകൂടി പറഞ്ഞുകൊള്ളട്ടെ, സാഹിത്യത്തിൻ്റെയോ കലയുടെയോ എഴുത്തുകാരെയോ ഒന്നും ഒരു പാരമ്പര്യവും ഇല്ലാത്ത ഒരു സാധാരണ വീട്ടിലെ ഒരു കുട്ടി അന്ന് ഒത്തിരിയോടൊപ്പം ഇവിടെ പഠിച്ച ആ കാലം വളരെ യാദൃച്ഛികമാണ് എന്നെ തിരിച്ചറിഞ്ഞത്. സാധാരണ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ക്ലാസ് മീറ്റിങ്ങുകൾ ഇപ്പോഴും അതുണ്ടല്ലോ. അക്കാലത്ത് അത്തരം വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡിൽ നടക്കുന്ന ഈ ക്ലാസ് മീറ്റിങ്ങുകളിൽ കുട്ടികൾക്ക് കഥ പറയാം, ഉപന്യാസം വായിക്കാം, കവിത എഴുതാം, അഭിപ്രായങ്ങൾ നടത്താൻ നമ്മൾ അവസരമാണ്. പലപ്പോഴും സാറ് നിർബന്ധിച്ച് ക്ലാസ് ടീച്ചർ വാസവ സാർ അധ്യക്ഷൻ ഇതിനൊക്കെ ഞങ്ങളെ പലരും പങ്കെടുപ്പിക്കാറുണ്ട്. അപ്പം അന്ന് പ്രത്യേകിച്ച് ഈ കവിത എന്താണെന്നോ അതെങ്ങനെയാണെന്നോ ഒന്നും ഒരു ധാരണയില്ലാത്ത ആ കുട്ടിക്കാലത്ത് അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയോ എന്നെ പറയാൻ പറ്റുന്നത് ഒരു പുഴു പിരിയുന്നത് എങ്ങനെയാണെന്ന് പറയാൻ സാധ്യമല്ല. അതുപോലെ ഒരു മനസ്സിൽ സർഗപരമായ എന്തെങ്കിലും തിരികൾ കഴിയുന്നത്, എന്തെങ്കിലും പൂവിടുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നെ സംബന്ധിച്ച് വീട്ടിൽ അന്ന് മുത്തശ്ശിയോ അമ്മയോ ഒക്കെ വായിച്ചിട്ടുള്ള രാമായണത്തിലെയോ സീതാതത്തിലെയോ സന്ധ്യനാമത്തിലെയോ ഒക്കെ കാര്യങ്ങളല്ലാതെ കേട്ടുകഴിയുടെ ഒരു പരിചയമല്ലാതെ തിരിച്ചറിവില്ലാത്ത ആ കാലത്ത് ഒരു ബന്ധവും ഇതോടൊന്നുമില്ല. പക്ഷേ ആ കാര്യത്തിൽ പോലും എങ്ങനെയോ അന്നത്തെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയും പോഞ്ഞാട്ടിലെന്നത് പിന്നീട് ആയോളനെ കുറിച്ച് സൂചിപ്പിച്ച ആ വാക്കുകൾ തോന്നിയ ചില അക്ഷരങ്ങൾ കുത്തിക്കുറിച്ച് ക്ലാസ്സിൽ എൻ്റെ അടുത്തിരുന്ന ഒരു ശിവാനന്ദൻ പുതുക്കാട്ട് മാവേലിയുടെ അടുത്തായിരുന്നു. ഇപ്പോഴില്ല. ശിവാനന്ദൻ എന്നോട് പാടും. അപ്പം പലപ്പോഴും എൻ്റെ ഈ കുത്തിക്കൊടുക്കുകയും ഈ പുണ്യാക്ഷരങ്ങൾ ആ സമയത്ത് തന്നെ ഈ ശിവാനന്ദൻ അടുത്തിരുന്ന് പാടി കേൾപ്പിക്കും. അതൊരു സാധാരണ സംഭവമായിരുന്നു. ഒരു ക്ലാസ് മീറ്റിങ്ങിൽ എൻ്റെ കുറച്ച് വരികൾ ഈ ശിവാനന്ദൻ വളരെ മനോഹരമായിട്ട് ക്ലാസ് മീറ്റിങ്ങിൽ ചൊല്ലി. അപ്പം എൻ്റെ പേര് പറയുന്നതും ഒക്കെ ശബ്ദം കിട്ടിയെങ്കിലും ശിവാനന്ദൻ ഇത് ചൊല്ലിക്കഴിഞ്ഞ ശേഷം എൻ്റെ പേര് പറഞ്ഞത് ഞാൻ എഴുതിയതാണ്, എൻ്റെ പേര് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് അധ്യക്ഷൻ വഹിച്ചിരുന്ന ഭാഷണ സാറ് എഴുന്നേറ്റ് എൻ്റെ അടുക്കിലേക്ക് വന്ന് ഫോൺ തട്ടി എഴുന്നേറ്റ് വെച്ച് നോക്കി ചിരിച്ചുകൊണ്ട് അദ്ദേഹം ക്ലാസ്സിലെ കുട്ടിയോട് പറഞ്ഞു, ഇത് നമുക്കും ഒരു കവി എന്ന് പറഞ്ഞാൽ ആരാണെന്നോ എന്താണെന്നും വലിയ തിരിച്ചറിയില്ലാത്ത കാലസമയത്ത് എൻ്റെ ഗുരുനാഥൻ വാസു സാറ് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, ഇതാ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ ഒരു കവി അത്
അർത്ഥം ശരിക്കും മനസ്സിലായില്ലെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തുറന്നുള്ള കാര്യങ്ങളാണ്. തികച്ചും എനിക്ക് തുടർന്ന് അത്തരങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനം അന്ന് തന്നത് ഈ വിദ്യാലയത്തിലെ മറ്റ് എല്ലാ അധ്യാപകരും സ്നേഹം എനിക്ക് ലഭിച്ചു. അതുകൊണ്ടാണ് അവർ നിർബന്ധിച്ചന്ന് ഞാൻ എഴുതിയ ഈ കവിതകളുമായിട്ട് എൻ്റെ അയൽപ്പക്കത്തിനുള്ള അന്നത്തെ അന്ന് അറിയപ്പെട്ടുപോയ കവി ഓവന്നി പ്രസാദിനെ കാണാൻ അദ്ദേഹത്തിനെ വീട്ടിൽ പോകുന്നതും ആ പരിചയം വലിയൊരു ബന്ധമായി മാറുന്നതും ആദ്യം എഴുതിയ ആ കവിതകൾ അദ്ദേഹം പരിശോധിച്ച് കൂട്ടിച്ചേർത്ത് എഴുതുന്ന അവർ മുഹമ്മനോടുകൂടി ചോരപ്പൂക്കൾ എന്ന ആദ്യത്തെ പുസ്തകം ഈ വിധേയത്തിൽ നിന്നാണ്. അതും ഞാൻ ഈ പറഞ്ഞ ഗുരുനാഥന്മാർ അതിനെപ്പറ്റി ഒന്നും അറിയാതെ എന്നെ സംബന്ധിച്ച് അവരാണ് അതിനെല്ലാം നിർവഹിച്ച് കൊല്ലം യുവകേരള ബസ് അച്ചടിപ്പിച്ച് പ്രസിദ്ധീകരിച്ച് അത് വലിയ തുടക്കം. അതൊക്കെ ഞാൻ ഓർക്കും. അത് മലയാളം പഠിപ്പിച്ച കൊച്ചി സാർ, ഹിന്ദി പഠിപ്പിച്ച സർവീസ് സാർ, ഇംഗ്ലീഷ് പഠിപ്പിച്ച